ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വാഹനം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഇപ്പം നമുക്കറിയാം പെട്രോൾ സീരീസ് ആണ് ഏറ്റവും കൂടുതൽ, ഡീസൽ സീരീസ് ഇല്ലെന്നല്ല, ഡീസൽ വാഹനങ്ങളും ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ പെട്രോൾ വാഹനം തന്നെയാണ്. പക്ഷേ ഈ പെട്രോൾ വാഹനത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കമ്പാരിസൺ കിട്ടുന്നുണ്ട്. 4 സിലിണ്ടർ ഉണ്ട്, 3 സിലിണ്ടർ ഉണ്ട്, ടെർബോ എഞ്ചിൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ടെർബോ എങ്ങനെയുണ്ട്? ശരിക്കും നമ്മളൊരു വാഹനം എടുക്കാൻ പോകുകയാണെങ്കിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എടുക്കണോ അതോ ഒരു ടെർബോ ചാർജ്ഡ് എഞ്ചിൻ എടുക്കണോ? അതായത് ഇത് രണ്ടും പെട്രോൾ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പെട്രോൾ വാഹനത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ടെർബോ പെട്രോൾ എടുക്കണോ അതോ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നിങ്ങൾ സജസ്റ്റ് ചെയ്യും? എന്നാൽ ഏത് ഞാൻ സജസ്റ്റ് ചെയ്യും? ഇത് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ, ഒരു ടെർബോ വരുന്ന സമയത്ത് എന്താണ് ഒരു ടെർബോ എന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോയേക്കാം. ടെർബോ എന്ന് ഉദ്ദേശിക്കുന്ന സാധനം ആർട്ടിഫിഷ്യലായിട്ട്, അതായത് നാച്ചുറലി അല്ല, ആർട്ടിഫിഷ്യലായിട്ട് എയർ എഞ്ചിനിലോട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു യൂണിറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞു പോയതാണ്. ആദ്യം തന്നെ നമ്മുടെ സാധാരണ വാഹനങ്ങളിൽ എയർ എങ്ങനെ എടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ സാധാരണ ശ്വസിക്കുന്ന പോലെ മൂക്കിക്കൂടെ ഇങ്ങനെ ശ്വാസം വലിക്കുന്ന പോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ എയർ അകത്തോട്ട് വലിക്കുന്നു. ഇതെങ്ങനെ വലിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിസ്റ്റൺ എന്ന് പറയുന്ന യൂണിറ്റ്, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും മെയിൻ ഘടകമായിട്ടുള്ള പിസ്റ്റൺ എന്ന് പറയുന്ന പിസ്റ്റൺ താഴോട്ട് പോകുന്ന സമയത്ത്, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. കാരണം പിസ്റ്റണും കാര്യങ്ങളൊക്കെ ഞാൻ അഴിച്ച് കാണിക്കുന്നൊരു വീഡിയോ വരുന്നുണ്ട്. ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതായത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ടേക്കുക. കാരണം ഒരുപാട് വീഡിയോസ് വരാൻ കിടക്കുന്നുള്ളൂ, ഇതുപോലെ പൊളിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ പിസ്റ്റൺ താഴോട്ട് പോകുന്ന സമയത്ത്, അതായത് സക്ഷൻ സ്ട്രോക്കിൽ വാഹനം പുറത്തുനിന്നുള്ള, അതായത് അറ്റ്മോസ്ഫിയറിലെ എയറിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നാച്ചുറലി ആസ്പിറേറ്റഡ്, അതായത് സ്വന്തമായിട്ട് ശ്വസിക്കുക, ഇത്ര അതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ അതേ സ്ഥാനത്ത് ടെർബോ എഞ്ചിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടെർബോ എഞ്ചിൻസ് എന്ന് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, വാഹനത്തിലോട്ട് ടെർബോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഗെയിംസിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ടെർബോ ഓൺ ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബൂസ്റ്റ് പ്രഷർ അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുത്ത് എയറിനെ അകത്തോട്ട് എടുക്കുക. അതായത് ഇപ്പം ഞാൻ നാച്ചുറലായിട്ട് ശ്വസിക്കുന്നതിന് പകരം എൻ്റെ മുഖത്തോട്ടൊരു മാസ്ക് ഒക്കെ വെച്ചിട്ട് നല്ല പ്രഷറിൽ ഓക്സിജൻ കയറ്റുന്ന രീതി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഓക്സിജൻ്റെ അളവ് കൂടും, എയറിൻ്റെ പ്രസൻസ് കൂടുമ്പോൾ അവിടെ ഓക്സിജൻ്റെ അളവ് കൂടും. അതും തണുത്ത എയറാണ് വിടുന്നത്. തണുത്ത എയർ എങ്ങനെ വിടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെർബോ എന്ന് പറയുന്ന യൂണിറ്റ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ എക്സോസ്റ്റിൻ്റെ പ്രഷർ കൊണ്ടാണ്. എക്സോസ്റ്റിൻ്റെ പ്രഷർ അറിയണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മുടെ വാഹനത്തിൻ്റെ സൈലൻസറിൻ്റെ അവിടെ ചെന്നിട്ട് കൈ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പുറത്തോട്ട് പോകുന്ന പ്രഷർ. ആക്സിലറേറ്റർ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രഷർ എത്രത്തോളം കൂടുതൽ വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു പ്രഷർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ കമ്പസ്റ്റൻ കഴിഞ്ഞ്, അതായത് ബേണിങ് കഴിഞ്ഞ് എക്സോസ്റ്റിലോട്ട് പോകുന്ന വഴി, അതായത് മാനിഫോൾഡിൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു ടെർബോ, ഒരു കറങ്ങാൻ പറ്റുന്ന ഒരു ലീഫ് വയ്ക്കുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ലീഫ് വയ്ക്കുന്നു. ആ ലീഫിനെ ഈ ഒരു പ്രഷർ കൊണ്ട് കറക്കുന്നു. നമ്മുടെ കറണ്ട് ഉണ്ടാക്കുന്നത് ഈ വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ട് കറക്കുന്നു എന്ന് പറയുന്ന പോലെ ഇവിടെ എയറിൻ്റെ പ്രഷർ, അതായത് നമ്മുടെ എക്സോസ്റ്റിൻ്റെ പ്രഷർ കൊണ്ട് ഒരു ടർബൈനെ കറക്കുന്നു. അത് കറക്കുന്ന സമയത്ത് അതിൻ്റെ അപ്പുറം ഒരു ബ്ലോവർ, അതിൻ്റെ സെയിം കണക്ഷൻ വെച്ച് തന്നെ അപ്പുറം ഒരു ഇമ്പിലർ വരുന്നുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, എയറിനെ വലിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബ്ലോവർ ഫാനിൻ്റെ ഫംഗ്ഷനാണ് അവിടെ നടക്കുന്നത്. പുറത്തുനിന്നുള്ള എയറിനെ സക്ക് ചെയ്ത് അകത്തോട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻലെറ്റ് മാനിഫോൾഡിലോട്ട് അല്ലെങ്കിൽ ശ്വസിച്ചെടുക്കുന്നതിലോട്ട് ഇടിച്ചങ്ങ് കയറ്റുകയാണ്. അപ്പോൾ ഫുൾ പ്രഷർ അവിടെ ചെല്ലുകയാണ് എയറിൻ്റെ. അങ്ങനെ ഫുള്ളായിട്ട് എയർ ചെല്ലുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? മാക്സിമം പവർ ഉണ്ടാക്കുകയാണ്, മാക്സിമം ടോർക്കും ഉണ്ടാവുകയാണ്. ശരിക്കും പറഞ്ഞൊരു ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു 1 ലിറ്റർ എഞ്ചിൻ, 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 1000 cc, 996 cc, പിന്നെ ഒരു 1.2 ലിറ്റർ, അതായത് 1200 cc, രണ്ടും നമുക്കൊരു ഫ്രോങ്സ് തന്നെ എടുക്കാം. ഒരു ഫ്രോങ്സ് വാഹനത്തിൻ്റെ ഈ രണ്ടിൻ്റെ പവർ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് ഒരു 1 ലിറ്ററിൻ്റെ പവർ എന്ന് പറയുമ്പോഴത്തേക്കും പെട്രോൾ വാഹനം, 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ബൂസ്റ്റർ ജെറ്റ് വരുന്ന വാഹനത്തിന് പവർ 99 bhpയും ടോർക്ക് 147 ന്യൂട്ടൺ മീറ്ററുമാണ് വരുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് 1.2 ലിറ്റർ, അതായത് നമുക്കറിയാം വാഹനത്തിന് കുറച്ചുകൂടെ പവറുണ്ട്, സിലിണ്ടറിൻ്റെ എണ്ണം കൂടുതലുണ്ട്, 4 സിലിണ്ടർ ഉണ്ട്. ഇത്രയും വരെയാണെന്നുണ്ടെങ്കിലും അവിടെ പവർ ഉണ്ടാകുന്ന എത്രയാണെന്നറിയാം? 89 bhp, അതായത് 10 bhp കുറവാണ്. അത് നിങ്ങൾ ഓർത്തോണം. അവിടെ ടോർക്ക് എത്രയാണ് ഉണ്ടാകുന്നറിയോ? 113 ന്യൂട്ടൺ മീറ്റർ ടോർക്ക്. അപ്പോൾ ടോർക്കിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് നാച്ചുറലി ആസ്പിറേറ്റഡും ഈ പറയുന്ന പോലെ ഒരു ടെർബോ ചാർജ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സംശയം, ഇതിലേതിനാണ് ലൈഫ് കൂടുതൽ കിട്ടുന്നത്? അതായത് കുറച്ചുകൂടെ റിലയബിൾ ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അത് നാച്ചുറൽ ആസ്പിറേറ്റഡ് തന്നെയാണ്. കാരണം അതിന് അഡീഷണൽ ആയിട്ടുള്ള വർക്കോ കാര്യങ്ങളൊന്നും കൂടുതൽ വരുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, ഏത് വാഹനം എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും രീതി അനുസരിച്ചാണ്. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ രീതിക്ക് വാഹനം ഓടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് എടുക്കുക. എന്നാൽ അതേ സ്ഥാനത്ത് കുറച്ച് പൊളിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല പവറൊക്കെ കാണിച്ച് ഓടിക്കാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെർബോ പെട്രോൾ എടുക്കുക. പക്ഷേ ഇതിന് കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ വരുമെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും വരത്തില്ല. സർവീസ് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം. പിന്നെ റിലയബിൾ അല്ലെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അങ്ങനെ ഞാൻ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നില്ല. പക്ഷേ എന്നാലും ഇതിൻ്റെ പാർട്സിനും ഒക്കെ റേറ്റ് കൂടുതലാണ്, മെയിൻ്റെനൻസ് ചാർജ് കുറച്ച് കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി നോർമൽ വാഹനത്തിന് അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കൂടുതൽ വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനത് അങ്ങനെ എടുത്ത് പറഞ്ഞത്. പിന്നെ നമുക്കൊരു മൂവിങ് രീതി വെച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിങ് ചെയ്യുന്നത് നാച്ചുറലി ആസ്പിറേറ്റഡ് വാഹനങ്ങളാണ്. ഇനി അങ്ങോട്ട് ടെർബോ ഇറങ്ങും, ടെർബോ വരത്തില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മൈലേജ് കൂടുതലുള്ളതും ടെർബോ ആണ്. 1 ലിറ്റർ എഞ്ചിനേ വരുന്നുള്ളൂ, മറ്റേ 1.2 ആണ്, 4 സിലിണ്ടർ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ കുറച്ച് വ്യത്യാസം ഇതിനകത്തുണ്ട്. അപ്പോൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഈ വാഹനം ഒന്ന് ഓടിച്ച് നോക്കുക. ഓടിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് മാത്രം സെലക്ട് ചെയ്ത് എടുക്കുക.